ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൺ പീസിലെ 7ാമത്തെ സാഗയായിട്ടുള്ള ഫിഷർമാൻ ഐലൻഡ് സാഗയാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട സാഗ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ സാഗയാണ്. 517ാമത്തെ എപ്പിസോഡിൽ തുടങ്ങിയിട്ട് 574ാമത്തെ എപ്പിസോഡിലാണ് ഈ സാഗ അവസാനിക്കുന്നത്. അതായത് ഫില്ലർ എപ്പിസോഡൊക്കെ മാറ്റി മൊത്തം 57 എപ്പിസോഡ് ഈ സാഗയിലുണ്ട്. ഈ സാഗയിലെ ഒന്നാമത്തെ ആർക്കാണ് റിട്ടേൺ ടു സബോഡി ആർക്കിപ്പെലഗോ ആർക്ക്. നമ്മുടെ ലൂഫിയും ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സും 2 വർഷത്തെ ടൈം സ്കിപ്പിന് ശേഷം ഈ ഒരു ആർക്കിലാണ് ഒരു വലിയ മാറ്റവുമായിട്ട് തിരിച്ചു വരുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ടൈം സ്കിപ്പിന് മുമ്പുള്ള സ്ട്രോ ഹാറ്റ്സിനെയാണ് ഇഷ്ടം. ടൈം സ്കിപ്പിന് ശേഷമുള്ള സ്ട്രോ ഹാൻഡ്സും അടിപൊളിയാണ്, പക്ഷെ ടൈം സ്കിപ്പിന് മുമ്പുള്ളത്, അതായത് സ്കൈപ്പിയ, ഈസ്റ്റ് ബ്ലൂ, അലാബസ്റ്റ, ഇതൊക്കെ വേറെ തന്നെ ഫീലാണ്. ഒരു ക്ലാസിക് ഫീൽ വരുന്ന, നമ്മൾ എപ്പോഴും കണ്ടാൽ ചിരിക്കുന്ന, അധികം ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് മിനിമലായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു ക്ലാസി ടച്ചുള്ള വൺ പീസ്. അതിലെ അനിമേഷനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ആർക്കാണ് ഫിഷർമാൻ ഐലൻഡ് ആർക്ക്. സ്ട്രോ ഹാറ്റ്സ് ന്യൂ വേൾഡിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ചവിട്ടുപടി, അതാണ് ഈ ഒരു സാഗ. 2 വർഷത്തിന് ശേഷം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് എന്തൊക്കെ മാറ്റം വന്നു എന്ന് ഈ സാഗയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്ര മോശമല്ലാത്തൊരു വില്ലൻ ഉണ്ട്. ഫിഷർമാൻ ഐലൻഡിന്റെ നല്ലൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇത് മാത്രം അത്യാവശ്യം നല്ലതാണ്. ഇത് കൂടാതെ ഈ ഒരു സാഗയുടെ അവസാനം ഒരു മനുഷ്യന്റെ പേര് പറയുന്നുണ്ട്. അയാൾ ആരാണ് എന്താണെന്നൊന്നും മുഴുവനായിട്ടും പറയുന്നില്ലെങ്കിലും വൺ പീസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആരുടെ പേര് മറന്നുപോയാലും ആ പറയുന്ന മനുഷ്യന്റെ പേര് മാത്രം മറന്നുപോയില്ല, അല്ലെങ്കിൽ മറന്നുപോകാൻ പാടില്ല. അയാൾ ആരാണ് എന്താണെന്നൊന്നും മുഴുവനായിട്ടും വൺ പീസിൽ ഇതുവരെ ഇറങ്ങിയ അനിമേഷനിലും മാങ്കയിൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഓഡാ സെൻസൈ ഇനി പറയുമായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് ഈ സാഗ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഒരുപാട് ഫോർ ഷാഡോയിങ് ഈ സാഗയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താന്ന് പോലും ചിന്തിച്ചാലൊട്ടും മനസ്സിലാവാത്ത ഒരുപാട് ഫോർ ഷാഡോയിങ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. സോ ഓവറോൾ ഈ ഒരു സാഗ അത്യാവശ്യം നല്ലതാണ്. കുറച്ച് ലെങ്ത് കൂടെ കുറഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടെ ഗംഭീരമായിരുന്നേനെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വൺ പീസ് വേഴ്സസ് സോളോ ലെവലിംഗ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. എന്തിനാണ് ഇപ്പൊ നമ്മൾ വൺ പീസിനെയും സോളോ ലെവലിംഗും വെച്ച് കമ്പയർ ചെയ്യുന്നത്? അതിന്റെ ഒരു ആവശ്യമില്ല. എല്ലാ അനിമയെയും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക ആദ്യം. ഒരിക്കലും ഒരു അനിമയും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മളത് കാണുക, എന്നിട്ട് ആ കഥ മനസ്സിലാക്കുക. അതുപോലെ ആ കഥ ഉണ്ടാക്കിയ ആള് എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ വെച്ച് അവസാനിപ്പിച്ച് പുതിയ അനിമയിലേക്ക് പോവുക. അത്രേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് വൺ പീസിനെയും സോളോ ലെവലിങ്ങിനെയൊക്കെ വെച്ച് എന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ കണ്ട അനിമയുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് വൺ പീസ് ആണ്. അതൊരിക്കലും കമ്പാരിസൺ അല്ല. പകരം വൺ പീസ് നമുക്ക് തരുന്നത് മറ്റൊരു ഫീലാണ്. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ വൺ പീസ് കാണുമ്പോൾ, അതിലെ ഓരോ സീനുകൾ കാണുമ്പോൾ പലപ്പോഴും ആ സീനിനോട് ചേരുന്നത് പോലെ എന്റെ മുഖം മാറുന്നത് എനിക്കറിയാൻ പറ്റാറുണ്ട്. സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, എല്ലാ ഇമോഷനും വൺ പീസ് കാണുമ്പോൾ വരാറുണ്ട്. വൺ പീസിൽ ഗൂസ് ബംസ്, ഓറ, ഇത് മാത്രമല്ല. വൺ പീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു റബ്ബർ ബോയ് അവന്റെ ആഗ്രഹത്തിന് പുറകെ ട്രഷർ അന്വേഷിച്ച് പോകുന്ന കഥയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ വൺ പീസ് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. നമ്മളത് പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമ്മുടെ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വൺ പീസിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് കുട്ടികളാവാം, മുതിർന്നവരാവാം, ആരും ആയിക്കോട്ടെ. അവർക്ക് ഇപ്പൊ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും വൺ പീസ് കാണുന്ന ഒരു ദിവസം അവർക്കിത് മനസ്സിലാവും. വൺ പീസിൽ പറയുന്ന ഓരോ കാര്യങ്ങളും റിയാലിറ്റിയുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് എപ്പോഴെങ്കിലും മനസ്സിലാവും. മൊത്തത്തിൽ വൺ പീസ് എന്ന് പറയുന്നത് ഒരു വെൽ റിട്ടൺ സ്റ്റോറിയാണ്. 1000ന്റെ മുകളിൽ എപ്പിസോഡ്, 1000ന്റെ മുകളിൽ മാംഗ ചാപ്റ്റേഴ്സ്. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല. അതും പോട്ടെ, 20 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല. പകരം ഓഡാ സെൻസൈ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പകുതി ഭാഗം ഇതിനുവേണ്ടി മാറ്റിവെച്ച് ഉണ്ടാക്കിയതാണ് ഈ കഥ. 1999 വൺ പീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്തു. അന്നത്തെ ഫേമസ് ആയി നിൽക്കുന്ന അനിമയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു അനിമയാണ് വൺ പീസ്. അന്ന് അതിന്റെ കൂടെ ഫേമസ് ആയി നിന്ന വൺ പീസ് ഇത്രയും അനിമെ ജനറേഷൻ കഴിഞ്ഞു വന്നിട്ടും ഇപ്പോഴും ആ ടോപ്പ് ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല. അതിന് കാരണം ഇതൊന്നും ആരും പൈസ കൊടുത്ത് ഉണ്ടാക്കിയതല്ല. പകരം ഇത് കാണുന്ന ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടാണ്. അതുകൊണ്ട് സോളോ ലെവലിംഗും വൺ പീസും ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും കമ്പാരിസൺ ചെയ്യരുത്. പലരും ആദ്യമായിട്ട് കാണുന്ന അനിമ ആയിരിക്കും സോളോ ലെവലിംഗ്, അല്ലെങ്കിൽ മറ്റേതൊരു അനിമ ആയിക്കോട്ടെ. അത് മാത്രം കണ്ടിട്ട് ബാക്കിയുള്ള അനിമ മോശമാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയാണോ? സോഷ്യൽ മീഡിയ മുഴുവൻ ക്രഞ്ചി റോൾ എന്ന പ്ലാറ്റ്ഫോമില് സോളോ ലെവലിംഗിന് ഒരുപാട് റേറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞ് വൺ പീസിനെ വല്ലാണ്ട് അങ്ങ് താഴ്ത്തി കെട്ടുന്നുണ്ട്. സോളോ ലെവലിംഗ് വൺ പീസിനേക്കാളും നല്ലതാണെന്ന് ആ പറയുന്നവർ ഇതുവരെ വൺ പീസ് കണ്ടിട്ടുണ്ടാവില്ല. ക്രഞ്ചി റോളിൽ വൺ പീസിന് റേറ്റിംഗ് കുറയാൻ കാരണം യഥാർത്ഥ വൺ പീസ് ഫാൻസ് ഒന്നും ഈ ക്രഞ്ചി റോളിലേ അല്ല കാണുന്നത്. അവരെവിടേക്ക് പോയിട്ടാണ് കാണുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. അവരൊക്കെ ക്രഞ്ചി റോളിൽ കാണാൻ നിന്ന അവർക്ക് പോലും ഇത് താങ്ങാൻ പറ്റില്ല. എന്തിന് ഈ പറയുന്ന ഞാൻ പോലും ആ പ്ലാറ്റ്ഫോമിലല്ല പോയി കാണുന്നത്. സോ കമ്പാരിസൺ ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ച് 25 വർഷമായിട്ട് ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന അനിമയും ഇപ്പൊ ഫേമസ് ആയ അനിമേഷനെയും ചേർത്ത് ഞാൻ സോളോ ലെവലിംഗ് മോശമാണെന്നല്ല പറയുന്നത്. ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല മംഗ സോളോ ലെവലിംഗിന്റെയാണ്. പക്ഷെ അത് അനിമേഷനിലേക്ക് എത്തിയപ്പോൾ കുറച്ച് എന്നെ ഡിസപ്പോയിന്റ് ചെയ്തു. എങ്കിലും നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് സോളോ ലെവലിംഗിന്റെ. സോ ഞാൻ പറഞ്ഞു വന്നത്, നല്ലൊരു അനിമെ കാണുമ്പോൾ നിങ്ങൾ കാണാത്ത ഒന്നിനെ അല്ലെങ്കിൽ മറ്റൊരു അനിമയെ വെച്ച് നിങ്ങളത് കമ്പയർ ചെയ്യരുത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസമാണ് അവർ 6 മാസത്തെ ബ്രേക്കിന് ശേഷം വൺ പീസിന്റെ പുതിയ എപ്പിസോഡ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ 6 മാസം എങ്ങനെ വൺ പീസ് ഇല്ലാതെ കടന്നുപോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇന്നത് റിലീസ് ചെയ്യാൻ പോകുമ്പോൾ ഇത്രയും ദിവസം എന്തോ ഒന്ന് മിസ്സായത് പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നത് പോലെയാണ്. വൺ പീസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഓറയൊന്നും ഇല്ലെങ്കിലും അതിൽ മറ്റൊന്നും ഇല്ലെങ്കിലും ലൂഫി എന്ന് പറയുന്ന ആ ക്യാരക്ടർ അതിൽ ചിരിച്ചാൽ നമ്മളും പതിയെ ചിരിക്കും. അതാണ് വൺ പീസ്.
വൺ പീസിന്റെ യാത്ര ഒട്ടും ചെറുതല്ല. ആർക്കും അത് പെട്ടെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പോലും പറ്റില്ല. അത്രയും വലിയ വെൽ റിട്ടൺ സ്റ്റോറിയാണ്. അതിലെ ഒരു ക്യാരക്ടർ പോലും ഇമ്പോർട്ടന്റ് അല്ലാത്തതല്ല. എല്ലാ ക്യാരക്ടേഴ്സിനെയും അവരുടേതായ സ്റ്റോറി കൊടുത്ത് അവരെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഥ അത്ര ചെറുതല്ല. ഓഡാ സെൻസൈ ആഴ്ചയിൽ നമുക്ക് പറഞ്ഞു തരുന്ന കഥ ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് കമ്പാരിസൺ ചെയ്യുന്നവർ കമ്പാരിസൺ നിർത്തുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. സോ എന്തൊക്കെയായാലും നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കമ്പാരിസണെ വിടാം. നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്നതിൽ 4 ആൾക്കാർ പോലും ലൈക്ക് ചെയ്യുന്നില്ല. നമ്മുടെ വൺ പീസിന്റെ വീഡിയോസിനാണ് ഏറ്റവും ലൈക്ക് കുറവ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റീക്യാപ്പായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ലൈക്ക് ചെയ്യാൻ പറയാൻ പറ്റാറില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഓരോ വീഡിയോ വരുമ്പോൾ ഓർമ്മിച്ച് മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വൺ പീസിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. നിങ്ങളൊരു വൺ പീസ് ഫാൻ ആണെങ്കിൽ അടുത്ത വീഡിയോ പെട്ടെന്ന് വരണമെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. The One Piece. കഴിഞ്ഞ എപ്പിസോഡിൽ എയ്സിനെ നഷ്ടപ്പെട്ട ലൂഫി അവൻ എത്രമാത്രം വീക്കാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ലൂഫി റെയിലിയുടെ കൂടെ ഒരു ഐലൻഡിലേക്ക് ട്രെയിനിങ്ങിന് പോയി. അവൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും ഇനി ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതും അവൻ വീക്ക് ആയതുകൊണ്ട് നഷ്ടപ്പെടാൻ ഒരിക്കലും പാടില്ല എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ലൂഫിക്ക്. അതുപോലെ ലൂഫി ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് അവനിങ്ങനെ ട്രെയിനിങ്ങിന് പോവുകയാണെന്ന് സ്ട്രോ ഹാറ്റ്സിനെ മുഴുവനും അറിയിക്കണം. അതിനുവേണ്ടി റെയിലി സഹായിച്ച് ലൂഫി അവരുടെ 2 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം മാത്രമേ അവർ കാണാൻ പാടുള്ളൂ എന്ന് മുഴുവൻ സ്ട്രോ ഹാറ്റ്സിനെ അറിയിച്ചു. അതുകൊണ്ട് ഈ 2 വർഷം ലൂഫി മാത്രമല്ല മുഴുവൻ സ്ട്രോ ഹാറ്റ്സും ട്രെയിനിങ്ങും അവരുടെ ക്യാപ്റ്റന് ഇതുപോലെ ഒരു അനുഭവം ഇനി ഉണ്ടാവാൻ പാടില്ല. അവരൊരിക്കലും ആരുടെ മുന്നിലും വീക്കാണെന്ന് പറഞ്ഞ് തോറ്റു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ ക്യാപ്റ്റന് വേണ്ടി അടുത്ത 2 വർഷത്തേക്ക് അവർ പരസ്പരം കാണാതെ അവർക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഓരോരോ സ്ഥലത്ത് നിന്ന് അവരെല്ലാവരും ട്രെയിനിങ് ചെയ്യും. ഇങ്ങനെ ആ 2 വർഷം കടന്നുപോയി. ഇപ്പൊ ട്രെയിനിങ് അവസാനിക്കുന്ന നമ്മുടെ ലൂഫി അവൻ 2 വർഷത്തിന് മുമ്പ്, അതായത് ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പ് വെച്ചിട്ട് പോയ അവന്റെ തൊപ്പി തിരിച്ചെടുത്തു. കഴിഞ്ഞ 2 വർഷം ആ തൊപ്പി ലൂഫിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. ഇപ്പൊ ലൂഫി അവിടുന്ന് യാത്ര അയക്കാൻ ബോവ ഹാൻകോക്കും ആമസോൺ ലില്ലിയിലെ വാരിയസും വന്നിട്ടുണ്ട്. അങ്ങനെ ലൂഫി അവരോടെല്ലാം നന്ദി പറഞ്ഞ് തിരിച്ച് അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി സബോഡിയിലേക്ക് വെച്ച് പിടിക്കും. ഇവിടെ സബോഡിയില് ഷാക്കിയും റെയിലിയും അവരുടെ ബാറിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് 3 വാളുള്ള ഒരൊറ്റ കണ്ണുള്ള മനുഷ്യൻ നടന്നു വരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ വൈസ് ക്യാപ്റ്റൻ റോറോനോവ സോറോ. ഒരു സാഗം മുഴുവൻ നമ്മൾ നമ്മുടെ വൈസ് ക്യാപ്റ്റനെ മിസ് ചെയ്തു. അതുകൊണ്ട് ആ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് വൈസ് ക്യാപ്റ്റന്റെ അഴിഞ്ഞാട്ടമായിരിക്കും. സോറോയ്ക്ക് പോവേണ്ടത് ഒരു നേരെയുള്ള വഴിയാണെങ്കിൽ അതിനെ ചുറ്റി വളഞ്ഞ് പല വഴിയിലൂടെ പോയി തിരിച്ചു വരുന്നവനാണ് സോറോ. ആരൊക്കെ ആദ്യം വന്നാലും സോറോ മാത്രമാണ് എല്ലായിടത്തും അവസാനം വരാറുള്ളത്. പക്ഷെ ഇവിടെ അവരുടെ ക്രൂ വീണ്ടും കണ്ടുമുട്ടുന്ന ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വന്നത് നമ്മുടെ വൈസ് ക്യാപ്റ്റനാണ്. കാരണം ഇവിടെ മാത്രം സോറോയ്ക്ക് വഴി തെറ്റില്ല. അതങ്ങനെയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം കിട്ടിയ സ്ഥലം സോറോ എങ്ങനെ മറക്കും? ഇനി നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും 2 വർഷം ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഒരു ഫേക്ക് സ്ട്രോ ഹാറ്റ്സ് ഈ സബോഡിയിൽ വന്നിട്ടുണ്ട്. അതായത് ശരിക്കുള്ള സ്ട്രോ ഹാറ്റ്സ് ആണെന്ന് പറഞ്ഞ് കുറച്ച് പൈററ്റ്സ് അവർ ലൂഫിയാണ്, അവർ സ്ട്രോ ഹാറ്റ്സ് ആണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരെ പറ്റിച്ച് കുറച്ച് ഫേക്ക് ആയിട്ടുള്ള സ്ട്രോ ഹാറ്റ്സ് ഈ സബോഡിയിലുണ്ട്. ഈ ഒരു ഫേക്ക് സ്ട്രോ ഹാറ്റ്സ് ഇപ്പൊ ഒരു ബാറിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു സീറ്റില് നമ്മുടെ യഥാർത്ഥ സ്ട്രോ ഹാറ്റ്സിലെ നാവിഗേറ്റർ ഇരിക്കുന്നുണ്ട്, നമ്മുടെ കാറ്റ് ബർഗ്ലർ നാമി. സോറോയും നാമി മാത്രമല്ല, ഇന്നേ ദിവസം നമ്മുടെ മുഴുവൻ സ്ട്രോ ഹാറ്റ്സും സബോഡിയിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ് ഒരു ഐലൻഡിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ബ്രൂക്ക് ഇപ്പൊ ലോകം മൊത്തം ഫാൻസ് ഉള്ള ഒരു വലിയ പാട്ടുകാരനായിട്ട് മാറി. ഇപ്പൊ സബോഡിയിൽ ബ്രൂക്കിനെയും ബ്രൂക്കിന്റെ പാട്ട് കേൾക്കാനും ഒരുപാട് ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി അവസാനമായിട്ട് ബ്രൂക്ക് ഒരു പാട്ട് പാടിക്കൊടുക്കും. ഇതിനുശേഷം ക്രൂവിന്റെ കൂടെ പോകാനുള്ളതാണ്. അതുകൊണ്ട് ബ്രൂക്കിന്റെ ഫാൻസിന് വേണ്ടിയുള്ള പാട്ട് ബ്രൂക്ക് പാടി തീർത്തു. ഇത് കഴിഞ്ഞ് സബോഡിയിലേക്ക് വരുന്നത് നമ്മുടെ സാഞ്ചിയാണ്. കാമവക്ക കിങ്ഡത്തിലെ ഒക്കാമകളാണ് സാഞ്ചിയെ അവിടേക്ക് ഒരു കപ്പലിൽ കൊണ്ടുവന്നാക്കുന്നത്. അവരവിടെ സാഞ്ചിയെ കൊണ്ടുവന്നാക്കിയിട്ടും അവർ തിരിച്ചു പോകുന്നില്ല. അപ്പൊ നമ്മുടെ സാഞ്ചി അവരോട്, എന്നെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലടാ നാറികളെ, പിന്നെ എന്താ ഒന്ന് തിരിച്ചു പോയാല്? ഇത്രയും എനിക്ക് വേണ്ടി ചെയ്തു തന്നതിന് ഒരുപാട് നന്ദി. അതുകൊണ്ട് ദയവേത് വന്ന വഴി ഏതാണോ ആ വഴി വീട്ടിലേക്ക് വിട്ടോ. എനിക്ക് എന്റെ നാമി സാനെയും റോബിൻ ചോനെയും കാണാനുണ്ട് എന്ന് പറഞ്ഞ് 2 വർഷത്തിന് ശേഷം സബോഡിയിലുള്ള യഥാർത്ഥ സ്ത്രീകളെ കാണുന്ന സാഞ്ചി ഓടിപ്പിടിച്ച് അവരുടെ പുറകെ പോവുകയാണ്. ഇത്രയും കാലം സാഞ്ചി കഷ്ടപ്പെട്ട് അവൻ ഇഷ്ടമില്ലാത്ത ഒക്കാമകളുടെ കൂടെ നിന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. പിന്നെ ഇതൊക്കെ ചെറുത്. ഇനി സാഞ്ചി ഫിഷ്മാൻ ഐലൻഡിലേക്ക് എത്തുമ്പോൾ ഇതിലും വലുതാണ് കാണാൻ പോകുന്നത്. അടുത്തത് നമ്മുടെ ഫ്രാങ്കി. വെഗാപങ്കിന്റെ ലാബിൽ വെച്ച് ഫ്രാങ്കി അവന്റെ മുഴുവൻ ബോഡിയും അവന്റേതായ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പൊ വന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഫ്രാങ്കി അല്ല, ആദ്യത്തെക്കാൾ ഒരുപാട് ഫ്രാങ്കിയുടെ രൂപം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഒരു സൈബോർഗിനെ പോലെ. ആദ്യം കണ്ട സൈബോർഗ് ആണെന്ന് പറയില്ലായിരുന്നു, പക്ഷെ ഇപ്പോ ഒരു മുഴുവൻ സൈബോർഗായിട്ട് മാറി. ഫ്രാങ്കി അവന്റെ ബോഡി മുഴുവൻ വെഗാപങ്കിന്റെ ലാബിൽ വെച്ച് അവനെ കൊണ്ട് കഴിയുന്നത് പോലെ മാറ്റിയെടുത്തു. പണ്ടത്തെക്കാൾ അവന്റെ ഫൈറ്റിംഗ് സ്കില്ല് ഇപ്പൊ കൂടിയിട്ടുണ്ട്. സോ സബോഡിയിലേക്ക് വന്ന ഫ്രാങ്കി ആദ്യം വരുന്നത് അവരുടെ കപ്പലിന്റെ അടുത്തേക്കാണ്. കാരണം അറിയാലോ, കപ്പലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫ്രാങ്കിയാണ്. ഇപ്പൊ കപ്പലിന്റെ അടുത്തേക്ക് എത്തിയ ഫ്രാങ്കി അത്ഭുതപ്പെട്ടു പോയി.
കാരണം ഈ 2 വർഷം ആ കപ്പൽ അവരവിടെ വിട്ടിട്ട് പോയിട്ട് ഒരു പോറല് പോലും ആ കപ്പലിന് പറ്റിയിട്ടില്ല. സബോഡി എന്ന് പറയുന്നത് ഒരുപാട് പൈററ്റ്സ് ഉള്ള സ്ഥലമാണ്. സോ അവിടെ ആരും നോക്കാനില്ലാത്ത ഒരു കപ്പലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉടമസ്ഥൻ ഇല്ലാത്തൊരു കപ്പലുണ്ടെങ്കിൽ ആ കപ്പൽ അവർ മോഷ്ടിച്ച് പൊളിച്ചു വിൽക്കും, അല്ലെങ്കിൽ അവര് ഒരു അറ്റാക്ക് എങ്കിലും ചെയ്യും. പക്ഷേ ഈ 2 വർഷമായിട്ട് ഇത്രയും ദിവസം ആ കപ്പൽ അവിടെ കിടന്നിട്ട് ഒരു പോറല് പോലും അതിന് സംഭവിച്ചിട്ടില്ല. ഇത് കണ്ടിട്ടാണ് ഫ്രാങ്കിക്ക് അത്ഭുതമായത്. സോ ആ കപ്പലിനെ ഇത്രയും വർഷം എല്ലാ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ കൂമയാണ്. കൂമയ്ക്ക് അവന്റെ ഓർമ്മ പോയിട്ടും, കൂമ അവരുടെ കപ്പല് 2 വർഷം പ്രൊട്ടക്ട് ചെയ്തു. അവന്റെ ഓർമ്മ പോയിട്ടും അവന്റെ മൈൻഡില് ആ കപ്പല് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ടാസ്ക് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂമ 2 വർഷം ആ കപ്പലിന് കിട്ടിക്കൊണ്ടിരുന്ന അറ്റാക്ക് അവന്റെ ദേഹത്തേക്ക് തന്നെ ഏറ്റുവാങ്ങിയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്തത്. ഇത് കൂടാതെ നമ്മുടെ റെയിലി ആ കപ്പൽ ഓൾറെഡി ബബിൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും തിരിച്ചു വരുമ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് അതിൽ കയറി പോവാലോ. അതിനുവേണ്ടി റെയിലി നേരത്തെ തന്നെ ആ കപ്പൽ ബബിൾ കോട്ട് ചെയ്ത് വെച്ചു. ഇനി അവർക്ക് അതിൽ കയറി ഫിഷർമാൻ ഐലൻഡിലേക്ക് പോയാൽ മതി. ഇനി അടുത്തത് സബോഡിയിലേക്ക് റോബിൻ എത്തി. റോബിൻ റവല്യൂഷണറി ആർമിയുടെ കൂടെ ചേർന്ന് ഒരുപാട് ട്രെയിനിങ് ചെയ്തു. അവളുടെ ഹാക്കി വരെ ഇംപ്രൂവ് ചെയ്തു. അങ്ങനെ ആകെ മൊത്തം മാറിയ ഒരു പുതിയ റോബിനാണ് സബോഡിയിലേക്ക് സ്ട്രോ ഹാറ്റ്സിനെ കാണാൻ വേണ്ടി വന്നത്. അടുത്തത് നമ്മുടെ ടോണി ചോപ്പർ. സ്ട്രോ ഹാറ്റ്സിനെ കാണാൻ വേണ്ടി വന്ന ചോപ്പർ സബോഡിയിലൂടെ കോട്ടൺ ക്യാൻഡി ഒക്കെ തിന്ന് നല്ല സന്തോഷത്തോടെ നടക്കുന്നു. ഇവിടെ ബാറിൽ ഇരിക്കുന്ന നമ്മുടെ നാമിയോട് അവിടേക്ക് വന്ന ഫേക്ക് സ്ട്രോ ഹാറ്റ്സ് അവരുടെ കൂടെ വന്ന് ഇരിക്കാൻ പറയുന്നു. അതായത് നാമി അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ സ്ട്രോ ഹാറ്റ്സ് അല്ലേ, അപ്പൊ അവർ ഇഷ്ടപ്പെട്ട ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ വരണം, വന്നിട്ടില്ലെങ്കിൽ അവർ കൊന്നുകളയും. ഇപ്പൊ അവർ നാമിയെ വിളിക്കുമ്പോൾ നാമി അവിടെ അവരുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അവരുടെ കൂട്ടത്തിലെ ഫേക്ക് നാമി ഒരു തോക്കെടുത്ത് നമ്മുടെ ശരിക്കുള്ള നാമിയെ ഭീഷണിപ്പെടുത്തും. ആ സമയത്താണ് നമ്മുടെ ഗോഡ് ഊസോപ്പിന്റെ എൻട്രി. ഒരു 1.5 വരവ്. ഊസോപ്പ് കഴിഞ്ഞ 2 വർഷം അവന്റെ ടെക്നിക്കുകൾ മാത്രമല്ല ഇംപ്രൂവ് ചെയ്തത്, പകരം അവന്റെ ഹാക്കിയും ഒരുപാട് ഇംപ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ അവിടേക്ക് വന്ന നമ്മുടെ ഊസോപ്പ് അവന്റെ പവർ കൊണ്ട് നാമിയെ ഭീഷണിപ്പെടുത്തിയ എല്ലാത്തിനെയും പിടിച്ചു കെട്ടും. അതുപോലെ വന്നത് ഊസോപ്പാണെന്ന് മനസ്സിലാവുന്ന നാമി അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വാഗതം ചെയ്യാണ്. ശേഷം നാമി അവളുടെ തണ്ടർ ബോൾട്ട് അറ്റാക്ക് കൊണ്ട് അവിടെയുള്ള ഫേക്ക് സ്ട്രോ ഹാറ്റ്സിന് മുഴുവൻ ഷോക്ക് അടിപ്പിച്ച് താഴെയിട്ടു. എന്നിട്ട് ഊസോപ്പും നാമിയും ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. ഇതിനുശേഷം പുറത്തേക്ക് വരുന്ന ഫേക്ക് സ്ട്രോ ഹാറ്റ്സ് അവിടെയുള്ള ഒരു പാവം കപ്പിൾസിനെ വെറുതെ ഷൂട്ട് ചെയ്തു. ആ സമയത്താണ് നമ്മുടെ ലൂഫി ഒരു വലിയ ബാഗും തൂക്കിപ്പിടിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത്. എന്നിട്ട് നടന്നു വരുന്ന ലൂഫി അറിയാതെ ആ ഫേക്ക് ലൂഫിയെ തട്ടിയിട്ടു. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ബോവ ഹാൻകോക്ക് ലൂഫിക്ക് അവന്റെ മുഖത്ത് വെക്കാനുള്ള ഒരു മാസ്ക് കൊടുത്തിരുന്നു. അതായത് അവൻ ലൂഫിയാണെന്ന് ആരും കണ്ടുപിടിക്കാൻ പാടില്ല. അങ്ങനെ കണ്ടുപിടിച്ച അത് പ്രശ്നം ലൂഫിക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ മാസ്ക് വെച്ച് അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ബോവ ഹാൻകോക്ക് ലൂഫിയെ പറഞ്ഞയച്ചത്. ഇപ്പൊ ഇതൊക്കെ ഓർക്കുന്ന ലൂഫി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് മുമ്പിലേക്ക് വീണ്ടും നടന്നു പോകുമ്പോൾ അവൻ വീണ്ടും അറിയാതെ ആ ഫേക്ക് ലൂഫിയെ തട്ടിയിട്ടു. അതിൽ ദേഷ്യം വരുന്ന ആ ഫേക്ക് ലൂഫി നമ്മുടെ ലൂഫിയെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തു. അപ്പൊ ലൂഫി നിസാരമായിട്ട് ആ ബുള്ളറ്റ് ദേഹത്ത് ഇട്ടാതെ മാറിക്കളഞ്ഞു. എന്നിട്ട് കോൺഗ്രസ് ഹാക്കി പുറത്തേക്ക് കൊണ്ടുവന്ന് അവനെ തടഞ്ഞു നിർത്തുന്ന ഫേക്ക് സ്ട്രോ ഹാറ്റ്സിന്റെ ബോധം കെടുത്തി. ലൂഫി അവരുടെ അടുത്തേക്കായിട്ട് ഒരു പ്രശ്നത്തിന് പോയിട്ടില്ല. തിരിച്ച് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തപ്പോഴാണ് ലൂഫി അവരെ തിരിച്ചു മാന്തിയത്. എന്നിട്ട് ലൂഫി പതിയെ ഒന്നും അറിയാത്ത പോലെ സ്ലോ മോഷനിൽ നടന്നു പോകുന്നു. ഇത് കണ്ട് കൂടി നിൽക്കുന്ന എല്ലാവരും വാ പൊളിച്ച് നിന്നുപോയി. മറ്റൊരു ഭാഗത്ത് മാർക്കറ്റിലേക്ക് വന്ന നമ്മുടെ സാഞ്ചി സോറോയെ വീണ്ടും കണ്ടുമുട്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ സോറോ ഇവിടേക്ക് വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ. അതുകൊണ്ട് സോറോ ഇതിലൂടെയൊക്കെ പതിയെ നടന്ന് ഫിഷ്മാൻ ഐലൻഡിലേക്ക് പോകാനിരിക്കുന്ന ഏതോ ഒരു ഷിപ്പിൽ കയറി കിടന്നുറങ്ങി. അങ്ങനെ ആ ഷിപ്പ് ഫിഷ്മാൻ ഐലൻഡിലേക്ക് എടുത്തു. അങ്ങനെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയ കപ്പൽ പെട്ടെന്ന് 2 പീസായിട്ട് മുറിഞ്ഞ് പുറത്തേക്ക് വന്നു. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി. ഏതവനാടാ ഇത്രയും പവർ, ഒരു വലിയ കപ്പൽ മുറിച്ചത് ആരാടാ എന്ന് പറഞ്ഞ് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ നമ്മുടെ സാഞ്ചിക്ക് അറിയാം ഇത് ചെയ്തത് ആരാണെന്ന്. ഒറ്റ വെട്ടിനായി ചെയ്യാൻ മാത്രം പവർ സോറോയ്ക്കാണുള്ളതെന്ന് സാഞ്ചിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പുറത്തേക്ക് വന്ന സോറോ സാഞ്ചിയുടെ കൂടെ സ്ട്രോ ഹാറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. ഇതേ സമയത്ത് നമ്മുടെ ചോപ്പർ അവിടെയുള്ള ഫേക്ക് സ്ട്രോ ഹാറ്റ്സിനെ കണ്ടുമുട്ടി. അപ്പൊ നമ്മുടെ ചോപ്പർ വിചാരിക്കുന്നത് അവർ ശരിക്കുള്ള സ്ട്രോ ഹാറ്റ്സ് ആണെന്നാണ്. പക്ഷെ അവരുടെ പെരുമാറ്റമൊക്കെ കണ്ട് നമ്മുടെ ചോപ്പർ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നു. അങ്ങനെ ചോപ്പർ എത്തിപ്പെടുന്നത് നമ്മുടെ ശരിക്കുള്ള നാമിയുടെ യൂസോപ്പിന്റെ അടുത്താണ്. 2 വർഷം കൊണ്ട് ഈ നാറികളുടെയൊക്കെ സ്വഭാവം മാറി. ഞാനൊന്നുമില്ല ഇനി ഇവന്മാരുടെ കൂടെ, വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടായിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞു വന്ന ചോപ്പർ ശരിക്കുള്ള നാമിയും യൂസോപ്പിനെയും കണ്ടപ്പോ അവരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പൊ ചോപ്പർ നേരത്തെ കണ്ടത് ഇവിടെയുള്ള ഫേക്ക് സ്ട്രോ ഹാറ്റ്സ് ആണെന്ന് അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ചോപ്പറിന് മനസ്സിലായി. അതുപോലെ സ്ട്രോ ഹാറ്റ്സിലെ തന്റെ ഫ്രണ്ട്സിനെ ഇത്രയും വർഷത്തിന് ശേഷം കണ്ടുമുട്ടുന്ന ചോപ്പറിനും സന്തോഷമാവുന്നുണ്ട്. അതായത് സ്ട്രോ ഹാറ്റ്സ് ഒക്കെ ഒരു ക്രൂ എന്നതിലുപരി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് എന്നതിനേക്കാൾ ഏറെ അവരെല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. സോ സ്വന്തം ഫാമിലി ഇത്രയും നാളും കാണാതിരുന്നിട്ട് പെട്ടെന്ന് അവരെ കണ്ടുമുട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഈ സബോഡിയിലുള്ള ഫേക്ക് സ്ട്രോ ഹാറ്റ്സിനെ കണ്ട് അവർ ശരിക്കുള്ള സ്ട്രോ ഹാറ്റ്സ് ആണെന്ന് വിചാരിച്ച് കുറച്ച് നേവി സോൾജേഴ്സ് അത് ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിക്കുന്നു. അതുകൊണ്ട് ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള നേവി സോൾജേഴ്സും അവരുടെ കൂടെ സെന്റമാറും കൂമയെ പോലെ ഇരിക്കുന്ന പസഫിസ്റ്റുകളും സബോഡിയിലുള്ള സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ബ്രൂക്ക് അവസാനമായിട്ടാണ് പാട്ട് പാടാൻ പോകുന്നത്. അതുകൊണ്ട് ബ്രൂക്ക് അവന്റെ മാനേജറോട് എനിക്കിനി പാട്ട് പാടാൻ പറ്റില്ല, ഇന്ന് ഞാനും എന്റെ ക്രൂവും ന്യൂ വേൾഡിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് ഇതെന്റെ അവസാനത്തെ പാട്ടായിരിക്കും. അത് കേട്ട മാനേജർ ആവട്ടെ ബ്രൂക്കിനി പാടിയിട്ടില്ലെങ്കിൽ അവനൊരു പൈററ്റാണ്, അവനോട് ഒളിച്ച് താമസിക്കുകയാണ് എന്നുള്ള എല്ലാ സത്യങ്ങളും മറൈൻസിനോട് പറയുമെന്ന് പറഞ്ഞ് അയാൾ ബ്രൂക്കിനെ ഭീഷണിപ്പെടുത്തും. പക്ഷെ ബ്രൂക്ക് അവിടെ നിന്ന് എന്തായാലും പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാൾ ബ്രൂക്ക് ആരാണെന്ന് മറൈൻസിനോട് പറഞ്ഞു. അങ്ങനെ മറൈൻസ് ബ്രൂക്കിനെ പിടിക്കാൻ വരുന്നതിന് മുമ്പ് ബ്രൂക്ക് അവസാനമായിട്ട് അവന്റെ ആരാധകർക്ക് വേണ്ടി ഒരു പാട്ട് പാടി. എന്നിട്ട് മറൈൻസ് അവിടേക്ക് എത്തിയപ്പോ ബ്രൂക്ക് ഫ്ലൈയിങ് ഫിഷ് റൈഡേഴ്സിന്റെ കൂടെ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പൽ 1000 സണ്ണിയില് നാമി, ചോപ്പർ, ഊസോപ്പ്, ഫ്രാങ്കി, റോബിൻ ഇവർ 5 പേരും വന്നു. അതിൽ സോറോയും സാഞ്ചിയും ഒരുമിച്ചാണ്. ബ്രൂക്ക് പതിയെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് കപ്പലിലുള്ള സ്ട്രോ
സ്ട്രോ ഹാറ്റ്സ് അവരുടെ ക്യാപ്റ്റനെ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. 2 വർഷത്തിന് ശേഷം ലൂഫി എത്രയൊക്കെ മാറിയെന്ന് അവർക്ക് അറിയണമല്ലോ. അതുകൊണ്ട് ലൂഫിയെ കാണാൻ വേണ്ടി അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. സബോഡിയയിലേക്ക് മറൈൻസ് വന്നു എന്നറിയുന്ന സ്ട്രോ ഹാറ്റ്സ് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഫ്രാങ്കി സോറോയോടും സാഞ്ചിയോടും എത്രയും പെട്ടെന്ന് ലൂഫിയെ കണ്ടുപിടിക്കാൻ വേണ്ടി വിളിച്ചു പറയുന്നു. ഇപ്പൊ സബോഡിയിലുള്ള ഫേക്ക് സ്ട്രോ ഹാറ്റ്സ് അവരെ നേരത്തെ ബോധം കെടുത്തിയവനെ കൊല്ലണമെന്ന് പറഞ്ഞ് സബോഡിയിലുള്ള എല്ലാ പൈററ്റ്സിനെയും ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടി. അപ്പോൾ ആ സ്ഥലത്തേക്ക് സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വന്ന എല്ലാ മറൈൻസും വന്ന് അവിടെയുള്ള പൈററ്റ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. മറൈൻസിന്റെ ഫൈറ്റിൽ സഹായിക്കാൻ പസഫിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ആ പസഫിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് പേടിച്ച് ഫേക്ക് സ്ട്രോ ഹാറ്റ്സ് അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സെന്റമാറു അതിലുള്ള ഫേക്ക് ലൂഫിയെ ഒരേ ഒരു അടിക്ക് അടിച്ച് പരത്തി. നിന്നെ പോലെയുള്ള ഒരു ചവർ അല്ലടാ ശരിക്കുള്ള സ്ട്രോ ഹാറ്റ് ലൂഫി എന്നൊരു ഡയലോഗും കൂടെ സെന്റമാറു പറയുന്നുണ്ട്. എന്നിട്ട് സെന്റമാറു തന്റെ കൂടെയുള്ള പസഫിസ്റ്റുകളോട് ശരിക്കുള്ള സ്ട്രോ ഹാറ്റിനെ കണ്ടുപിടിക്കാൻ പറയുന്നു. അങ്ങനെ പസഫിസ്റ്റുകൾ സ്കാൻ ചെയ്ത് ദൂരത്ത് നിൽക്കുന്ന ലൂഫിയെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ ലൂഫിയുടെ മുഖത്തുള്ള മാസ്ക് കഴിഞ്ഞ് താഴെ വീണു. അതുകൊണ്ട് ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാ പൈററ്റ്സും വാ പൊളിച്ചു നിന്നുപോയി. അതുപോലെ അവിടെയുള്ള ഫേക്ക് സ്ട്രോ ഹാറ്റ്സിന്റെയും കിളി പോയി. എന്നിട്ട് സെന്റമാറു പെട്ടെന്ന് തന്നെ പസഫിസ്റ്റുകളോട് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. അതനുസരിച്ച് പസഫിസ്റ്റ ലൂഫിക്ക് നേരെ ഷൂട്ട് ചെയ്തു. പക്ഷെ ലൂഫി പെട്ടെന്ന് ആ അറ്റാക്ക് ഒക്കെ മാറിക്കളഞ്ഞു. അറ്റാക്ക് വന്നുകൊണ്ടിരുന്ന അതേ സെക്കൻഡില് ലൂഫി അവന്റെ തല വെട്ടിച്ച് ആ അറ്റാക്കിനെ മാറിക്കടന്നു. ഇതിനെയാണ് ഒബ്സർവേഷൻ ഹാക്കി എന്ന് പറയുന്നത്. അങ്ങനെ അറ്റാക്ക് ഒക്കെ മാറിക്കിടക്കുന്ന ലൂഫി ഗിയർ 2 യൂസ് ചെയ്ത് ചാടി വന്ന് ആ പസഫിസ്റ്റയെ ഒരേ ഒരു പഞ്ചിനെ അടിച്ച് താഴെയിട്ടു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് ഒരു പസഫിസ്റ്റയെ തോൽപ്പിക്കാൻ വരെ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോ ഒരേ ഒരു അടിക്ക് അല്ലെങ്കിൽ പസഫിസ്റ്റ് ഒന്നും അല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സും മാറി. ഏസിനെ നഷ്ടപ്പെട്ട് മുട്ടുകുത്തി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ വീക്കാണെന്ന് പറഞ്ഞ് കരഞ്ഞ ലൂഫി ഇനി ഇതാണ് എന്റെ പീക്ക് എന്ന് പറയുന്ന ഒരു മൊമെന്റ് വരുന്നുണ്ട്. അത്രയധികം സ്ട്രോ ഹാറ്റ്സ് മാറി, ഇനിയും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ലൂഫി ആ പസഫിസ്റ്റയെ അടിച്ച് മുന്നോട്ട് ഓടി വരുന്നു. അപ്പോഴാണ് ലൂഫി അന്വേഷിച്ച് അവിടേക്ക് സോറോയും സഞ്ജിയും വരുന്നത്. അവരെ കാണുന്ന ലൂഫിക്ക് സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് ഓടി വരുന്ന ലൂഫി അവിടെ നിന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് അവന്റെ പുറകിൽ നിൽക്കുന്ന അവന്റെ സെൻസയോട് അവന്റെ മാസ്റ്റർ റെയിലിയോട് അവന്റെ 2 കൈയും പൊക്കി പിടിച്ച് റെയിലി ഞാനത് ചെയ്യും, ഞാൻ കിങ് ഓഫ് ദ പൈററ്റ് ആവും എന്ന് പറഞ്ഞ ലൂഫി റെയിലിയോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഓടി പോവാണ്. അത് കണ്ട് റെയിലിയുടെ കണ്ണ് നിറയുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം ലൂഫിക്ക് ട്രെയിനിങ് കൊടുത്ത് ആലോചിച്ചിട്ടാണ് റെയിലിയുടെ കണ്ണ് നിറയുന്നത്. അപ്പൊ ലൂഫിയെ പിടിക്കാൻ വേണ്ടി ഒരുപാട് മറൈൻസ് അവന്റെ പുറകെ പോകുന്നുണ്ട്. പെട്ടെന്ന് റെയിലി നിലത്തേക്ക് വെട്ടി ഒരു വരയിട്ടു. എന്നിട്ട് അവരുടെ പുറകെ പോകുന്ന മറൈൻസിനോട് ആ വര മറികടന്ന് നിങ്ങൾ പോവാൻ പാടില്ല എന്ന് റെയിലി പറയുന്നു. ഇപ്പൊ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ലൂഫി പിടിക്കാൻ വേണ്ടി വീണ്ടും ഒരുപാട് മറൈൻസ് വരുന്നുണ്ട്. അപ്പൊ സോറോയെ അവിടേക്ക് കൊണ്ടുവന്ന് വിട്ട പെരോന അവളുടെ നെഗറ്റീവ് പവർ കൊണ്ട് ആ മറൈൻസിന്റെ മുഴുവൻ നെഗറ്റീവ് അടിപ്പിച്ച് താഴെ ഇട്ടു. അപ്പൊ അവിടേക്ക് ലൂഫിയെ കൊണ്ടുപോകാൻ ചോപ്പർ അവന്റെ പക്ഷിയുടെ പുറത്ത് കയറി വന്നു. അങ്ങനെ അവരെല്ലാവരും ഷിപ്പിന്റെ അടുത്തേക്ക് എത്തി. സ്ട്രോ ഹാറ്റ്സിലെ എല്ലാവരും ഇപ്പൊ ഷിപ്പിലേക്ക് വന്നു. പക്ഷെ അവർക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്. കടലിലുള്ള മറൈൻസിന്റെ ഷിപ്പ് അവരെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അവിടേക്ക് വന്ന ബോവ ഹാൻഗോക്ക് ആ അറ്റാക്ക് എല്ലാം തടഞ്ഞ് അവരെ രക്ഷപ്പെടുത്തി. അപ്പൊ ബോവ ഹാൻഗോക്കിനെ കാണുന്ന സ്ട്രോ ഹാറ്റ്സ് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ ലൂഫി കുറച്ചു ദിവസം ആമസോൺ ലില്ലിയിൽ താമസിച്ചു എന്നറിയുന്ന സാഞ്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ സ്ഥലം സാഞ്ചിക്ക് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഇതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് സ്ട്രോ ഹാറ്റ്സ് അവസാനം ഒന്നിച്ചു ചേർന്ന് അവരുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ അവരെ യാത്രയാക്കാൻ ഈ 2 വർഷം അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സും അവിടേക്ക് വന്നിട്ടുണ്ട്. ഊസോപ്പിന്റെ ഹെറക്കിൾസ്, സോറോയുടെ പെരോന, സാഞ്ചിയുടെ ഒക്കാമകൾ, നാമിയുടെ ഹെറഡസ്, ലൂഫിയുടെ ബോവ ഹാൻഗോക്ക്, അങ്ങനെ എല്ലാവരും അവരുടെ യാത്ര കാണാൻ അവിടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നീണ്ട 2 വർഷത്തിന് ശേഷം ലൂഫി അവന്റെ ക്രൂവിന് ഒരു ഓർഡർ കൊടുത്തു കപ്പൽ എടുക്കാൻ. അങ്ങനെ എല്ലാവരും ചേർന്ന് ബബിൾ കോട്ട് ചെയ്ത കപ്പലിലൂടെ ഫിഷ്മാൻ ഐലൻഡിലേക്ക് പോവുകയാണ്. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് പുറത്തിരിക്കുന്ന റെയിലി പണ്ട് ഗോൾഡി റോജറും റെയിലിയും കണ്ടുമുട്ടിയ പാസ്റ്റ് ആലോചിക്കുന്നു. ഒരു ഷിപ്പിന്റെ അകത്തിരിക്കുന്ന റെയിലിയെ ആദ്യമായിട്ട് കാണുന്ന റോജർ, ഓ ഇതൊരു അടിപൊളി കപ്പലാണല്ലോ, ഞാനിത് മോഷ്ടിച്ചതാ, എന്റെ വീട് കത്തി നശിച്ചു, അതുകൊണ്ട് ഞാനിപ്പോ ഇതിലാ കിടക്കുന്നതൊക്കെ. ഓ അങ്ങനെയാണോ, അപ്പോ നിന്റെ പേരെന്താ? എന്റെ പേര് റെയിലി, ഞാൻ റോജർ. എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടുമുട്ടാൻ വിധിക്കപ്പെട്ടവരാണെന്ന്. റെയിലി, ഈ ലോകം തലകീഴായി മറിക്കാൻ നീ എന്റെ കൂടെ പോരുന്നോ? അത് കേട്ട് റെയിലി പൊട്ടിച്ചിരിച്ച്, എന്താ നീ പറയുന്നേ, നിനക്ക് ഭ്രാന്താണോ? നീ എവിടുന്ന വരുന്നേ? പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക്. ഹേയ്, എനിക്ക് തോന്നുന്നു നിന്റെ ഷിപ്പ് വളരെ ചെറുതാണെന്ന്. പക്ഷെ കുഴപ്പമില്ല, ഒരു ചെറിയ ചുഴലിക്കാറ്റിനെയൊക്കെ അതിജീവിക്കാൻ നിന്റെ ഷിപ്പിന് കഴിയുമല്ലോ അല്ലേ? അതുകൊണ്ട് നീ പെട്ടെന്ന് കപ്പലെടുക്ക്, നമുക്ക് കടലിലേക്ക് വെച്ച് പിടിക്കാം റെയിലി എന്ന് പറഞ്ഞ റോജർ പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെയാണ് അവർ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ഇത് ആലോചിക്കുന്ന റെയിലിയുടെ കണ്ണ് നിറയുന്നു. എന്നിട്ട് റെയിലി ആ കണ്ണ് തുടച്ച് ലൂഫി റോജറിനെ പോലെയാണെന്ന് പറയും. ഇതേ സമയത്ത് കടലിന്റെ അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ട്രോ ഹാർട്സിന് ഇതൊക്കെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ലൂഫി മരിച്ചു വീഴും. അവരിങ്ങനെ കടലിന്റെ അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സീ മോൺസ്റ്റേഴ്സ് അവരെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ റെയിലി പറഞ്ഞതനുസരിച്ച് പുറത്തുനിന്ന് ഒരു സീ മോൺസ്റ്ററിന് അവരുടെ കപ്പൽ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ പറ്റും. അതായത് ഒരു വലിയ സീ മോൺസ്റ്ററിന് അവരുടെ കപ്പൽ പുറത്തു നിന്ന് കടിച്ചു പൊട്ടിച്ച് നശിപ്പിക്കാൻ പറ്റും. പക്ഷെ ബബിൾ കോട്ടിന്റെ അകത്ത് നിന്ന് എത്ര പ്രഷർ കൊടുത്താലും ആ ബബിൾ കോട്ട് പൊട്ടില്ല. അവർക്ക് വേണമെങ്കിൽ ആ ബബിൾ കോട്ടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും. അവർക്കൊന്നും സംഭവിക്കില്ല. അതിന് വെട്ടിയാലോ കീറിയാലോ അതിനിട്ട് 2 കുത്തു കൊടുത്താലോ ഒന്നും സംഭവിക്കില്ല. പക്ഷെ പുറത്തു നിന്ന് എന്തെങ്കിലും അറ്റാക്ക് ചെയ്താൽ ആ ബബിൾ കോട്ട് പൊട്ടും, അല്ലെങ്കിൽ കപ്പലിന് എന്തെങ്കിലും സംഭവിക്കും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരിപ്പോ പോകുന്നത് ഫിഷ്മാൻ ഐലൻഡിലേക്കാണ്. അതായത് കടലിന്റെ 10,000 അടി താഴേക്ക്. ഈ 10,000 അടി താഴെ എന്ന് പറയുന്നത് ഒരുപാട് ദൂരമുണ്ട്. ഇവർ കുറെ നേരം അടിയിലേക്ക് പോകണം. ആ സമയത്ത് വേണമെങ്കിൽ ഇവരെ സീ മോൺസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. പക്ഷെ അതൊക്കെ മറികടന്ന് ഇവർ 10,000 അടി താഴേക്ക് പോകണം. എന്നാലേ ഫിഷ്മാൻ ഐലൻഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ കപ്പൽ പതിയെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ
പറയുമ്പോൾ ഫ്രാങ്കി എല്ലാ സ്ട്രോ ഹാറ്റ്സിനോടും ഒരു കാര്യം പറയും. അത് ഫ്രാങ്കി ഇവിടെ വന്ന സമയത്ത് അവരുടെ കപ്പലിനെ 2 വർഷം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ബാർത്തലോമിയോ കൂമയാണെന്ന്. ആദ്യം അവരുടെ കപ്പൽ പ്രൊട്ടക്ട് ചെയ്യാൻ ഹാച്ചിയും ഡൂലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പൈററ്റ്സ് വന്നപ്പോൾ അവർക്കൊന്നും ആ പൈററ്റ്സിനെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. അതിനുശേഷമാണ് അവിടേക്ക് കൂമ വന്ന് കഴിഞ്ഞ 2 വർഷം ആ കപ്പൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രാങ്കി അവിടെ വന്ന സമയത്ത് എന്റെ മിഷൻ അവസാനിച്ചു എന്ന് പറഞ്ഞ കൂമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. വേറൊന്നും പറഞ്ഞില്ല. പൈററ്റ്സിന്റെ അടുത്ത് നിന്ന് ഒരുപാട് പരിക്ക് പറ്റി, ഒരുപാട് ഡാമേജ് ആയ കൂമ ഈ ഒരു വാക്ക് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കൂമ ഇത് ചെയ്തത് എന്തിനാണെന്ന് ഫ്രാങ്കിക്ക് മനസ്സിലായില്ല. അതിനുശേഷമാണ് റെയ്ലി എല്ലാ സത്യങ്ങളും ഫ്രാങ്കിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് കൂമ റവല്യൂഷണറി ആർമിയിലെ മെമ്പറാണ്. കൂമ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. എല്ലാവരെയും പറഞ്ഞയച്ചത് ഏതൊക്കെ ഐലൻഡിലേക്കാണെന്നുള്ള വിവരം കൂമ റെയ്ലിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ റെയ്ലി ഫ്രാങ്കിയോട് പറഞ്ഞു. റെയ്ലി എല്ലാ സത്യവും ഫ്രാങ്കിക്ക് പറഞ്ഞു കൊടുത്തു. അതൊക്കെ ഇപ്പൊ ഫ്രാങ്കി നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് പറഞ്ഞു കൊടുത്തു. ബാർത്തലോമിയോ കൂമ അവരുടെ ശത്രുവല്ല, പകരം ഈ 2 വർഷം അവർക്ക് ഒരുക്കി കൊടുത്തത് കൂമ ഒരൊറ്റ ഒരാളാണ്. കൂമ ഇല്ലായിരുന്നെങ്കിൽ അവരന്ന് തീർന്നു. കൂമ ഇത് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ അവൻ റവല്യൂഷണറി ആർമിയിലെ മെമ്പർ ആയതുകൊണ്ടാണ്. അതുപോലെ കൂമ അവരുടെ ശത്രുവല്ല, അവർക്ക് ഏറ്റവും നല്ലൊരു സഹായം ചെയ്തു കൊടുത്ത അവരെ എല്ലാവരെയും ശക്തരായിട്ട് ന്യൂ വേൾഡിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭാഗമായത് ബാർത്തലോമിയോ കൂമയാണെന്ന് ഇപ്പൊ എല്ലാ സ്ട്രോ ഹാറ്റ്സിനും മനസ്സിലായി. പക്ഷെ സാഞ്ചിക്ക് മാത്രം എന്തോ ദഹിച്ചില്ല. കാരണം ബാക്കിയുള്ള എല്ലാവർക്കും നല്ല ഐലൻഡ് തെരഞ്ഞെടുത്തിട്ട് സാഞ്ചിക്ക് മാത്രം കൊടുത്തത് അത്രയും വൃത്തിയിട്ട ഐലൻഡായി പോയില്ലേ. അതുകൊണ്ട് സാഞ്ചിക്ക് അത് അത്ര പിടിച്ചില്ല. ഇപ്പൊ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും കടലിനടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കരേബു പൈററ്റ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം പൈററ്റ്സ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വേണ്ടി വരുന്നു. 2 വർഷം സ്ട്രോ ഹാറ്റ്സ് കാണാതായതിനു ശേഷം കരീബു പൈററ്റ്സിലെ കരേബോ അവൻ ഇപ്പോഴാണ് സ്ട്രോ ഹാറ്റ്സിനെ കാണുന്നത്. അതുകൊണ്ട് അവരെ എളുപ്പത്തിൽ പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവൻ സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വരുന്നത്. അവരുടെ കപ്പൽ വലിച്ചു കൊണ്ടുവരാൻ ഒരു വലിയ സീ മോൺസ്റ്റർ ഉണ്ട്. പക്ഷെ ആ സീ മോൺസ്റ്റർ സ്ട്രോ ഹാറ്റ്സിനെ കാണുമ്പോൾ അവിടെ നിന്ന് പേടിച്ചോടി പോകുന്നു. കാരണം ആർലോങ് പാർക്കിൽ വെച്ച് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ആ സീ മോൺസ്റ്ററിനെ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ കണ്ട് പേടിച്ച് ആ സീ മോൺസ്റ്റർ അവിടെ നിന്ന് ഓടി പോകുന്നത്. അതുപോലെ കരീബോ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ അടുത്ത് കുടുങ്ങി. അവന്റെ കപ്പലും ചേർത്തിട്ടാണ് ആ സീ മോൺസ്റ്റർ അവിടെ നിന്ന് ഓടിപ്പോയത്. അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ അടുത്ത് കുടുങ്ങിപ്പോയി. ഈ കരീബുവിന് ഒരു ഡബിൾ ഫ്രൂട്ട് പവർ ഉണ്ട്, ഒരു ലോജിയ ടൈപ്പ് ഡബിൾ ഫ്രൂട്ട്. അതിന്റെ പവർ ഉപയോഗിച്ച് അവന് ചളിയായിട്ട് മാറാൻ പറ്റും. അതായത് കൂസാൻ, കിസാറു ഇവരൊക്കെ എങ്ങനെയാണോ പവർ ഉപയോഗിക്കുന്നത് അതുപോലെ കരീബുവിന് അവന്റെ ബോഡി ചളിയാക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ കരീബുവിനെയും പൂട്ടിവെച്ച് കടലിന്റെ അടിയിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ ഒരു വലിയ നീരാളി മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യുന്നു. ഇതിനെ ക്രാക്കൻ എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ക്രാക്കൻ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലൂഫിയും സാഞ്ചിയും സോറോയും അവരുടെ ബോഡി ബബിൾ കോട്ട് ചെയ്ത് കപ്പലിന്റെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആ ക്രാക്കനെ അടിച്ചു തോൽപ്പിച്ചു. അപ്പോൾ ആ ക്രാക്കന്റെ അടുത്ത് നിന്ന് ഒരു ഷാർക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ആ ഷാർക്ക് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയി. ആ ഷാർക്കിനെ ആ ക്രാക്കൻ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് കയറി ഇടപെട്ടപ്പോ ആ ഷാർക്കിന് രക്ഷപ്പെടാൻ പറ്റി. ശേഷം ലൂഫി എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ വലിയ ക്രാക്കൻ അവന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അതിന് സുറുമ എന്ന് പേര് കൊടുത്തു. അതോടെ ക്രാക്കൻ അവന്റെ ഫ്രണ്ടായി. ആ സമയത്താണ് വെള്ളം നല്ല ഫോഴ്സിൽ ഒരു കുഴിയിലേക്ക് പോകുന്നത്. അങ്ങനെ വെള്ളം ഫോഴ്സിൽ പോകുമ്പോൾ അവരുടെ കപ്പൽ പെട്ടെന്ന് തന്നെ ആ കുഴിയിലേക്ക് പോകുന്നു. ഈ ഫിഷർമാൻ ഐലൻഡിലേക്ക് പോകുമ്പോൾ അവർ കപ്പൽ ഓടിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കപ്പൽ വെറുതെ വെച്ച് കൊടുത്താൽ മതി. അവർ ഫിഷർമാൻ ഐലൻഡിലേക്ക് എത്തിക്കോളും. ഇപ്പൊ ആ കുഴിയുടെ അടിയിലേക്ക് എത്തുന്ന സ്ട്രോ ഹാറ്റ്സിനെ അവിടെ വെച്ചൊരു വലിയ ജയന്റ് അറ്റാക്ക് ചെയ്യുന്നു. ആ ജയന്റ് എന്തിനാണ് അവർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഫ്ലൈയിങ് ഡച്ച്മാൻ എന്ന് പറയുന്ന ഒരു ഗോസ്റ്റ് ഷിപ്പ് ഉണ്ട്. ആ ഷിപ്പിൽ ഒരാളും ഉണ്ട്. അയാൾ സ്ട്രോ ഹാറ്റ്സിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് ആ ജയന്റ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പൊ ആ ഗോസ്റ്റ് ഷിപ്പ് കാണുന്ന നമ്മുടെ ബ്രൂക്കിന് അതൊരു പഴയ കപ്പലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് പണ്ട് കാണാതെ പോയ ഒരു ഗോസ്റ്റ് ഷിപ്പ് ആണെന്ന്. ഇപ്പൊ ആ ജയന്റ് അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലൂഫി നേരത്തെ സുറുമയെന്ന് പേര് വെച്ച ക്രാക്കൻ വന്ന് ആ ജയന്റിനെ അടിച്ച് താഴെ ഇട്ടു. എന്നിട്ട് സുറുമ സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലെടുത്ത് നേരെ ഫിഷ്മാൻ ഐലൻഡിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അവസാനം കടലിന്റെ 10,000 അടി താഴെയുള്ള ഫിഷർമാൻ ഐലൻഡിലേക്ക് എത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വാട്ടർ 7-ൽ നിന്ന് അവർ നേരെ ഫിഷർമാൻ ഐലൻഡിലേക്ക് വരാനിരിക്കുകയായിരുന്നു. പക്ഷെ അവിടുന്ന് അവർ നേരെ ത്രില്ലർ ബാർക്കിലേക്ക് പോയി. അവിടുന്ന് സബോഡിയിലേക്ക്, അത് കഴിഞ്ഞ് മറൈൻ ഫോർഡിലേക്ക്. ഇതൊക്കെ കഴിഞ്ഞ അവസാനം കറങ്ങി തിരിഞ്ഞ് 2 വർഷത്തിന് ശേഷം അവരിപ്പോഴാണ് ഫിഷർമാൻ ഐലൻഡിലേക്ക് എത്തുന്നത്. ഇനി ഇത് കഴിഞ്ഞ് ന്യൂ വേൾഡിലേക്കും പോകാനുണ്ട്. അത് വേറെ കിടക്കുകയാണ്. ഇപ്പൊ ഫിഷർമാൻ ഐലൻഡിലേക്ക് എത്തിയ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അവിടെയുള്ള കുറച്ച് ഫിഷർമാൻസ് തടഞ്ഞു നിർത്തി.